എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗെയിം ഓഫ് ത്രോൺസ് സീരീസിന്റെ സീസൺ 6ന്റെ റീക്യാപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 സീസൺസിന്റെ റീക്യാപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ഒരുമിച്ച് കാണാനായി ഒരു പ്ലേലിസ്റ്റ് ആയി ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ടൈം കിട്ടുമ്പോൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. കൂടാതെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എത്രയും വേഗം വീഡിയോയിലേക്ക് പോകാം. കമോൺ. ഗെയിം ഓഫ് ത്രോൺസിന്റെ 6th സീസണിൽ കാസിൽ ബ്ലാക്കിൽ ഡാവൂസും മെലിസാൻഡ്രയും ഗോസ്റ്റും മറ്റു വിശ്വസ്തരും ജോൺ സ്നോയുടെ മൃതദേഹത്തോടൊപ്പം ഒളിച്ചിരിക്കുന്നു. ആലിസ് തോൺ നൈറ്റ്സ് വാച്ചിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. തോണിനെയും കൂട്ടാളികളെയും പരാജയപ്പെടുത്താൻ ജോണിന്റെ ഫ്രണ്ടായ എഡ് ടോർമണ്ടിന്റെയും ജയന്റായ വുൺവുണ്ടിന്റെയും നേതൃത്വത്തിലുള്ള വൈൽഡിങ്ങുകളെ കൊണ്ടുവരുന്നു. സ്റ്റാനിസിന്റെ മരണം കാരണം വിശ്വാസം നഷ്ടപ്പെട്ട മെലിസാൻഡ്രയ്ക്ക് ഇപ്പോൾ അവളുടെ ശക്തികളെക്കുറിച്ച് അത്ര ഉറപ്പില്ല. പക്ഷേ ജോണിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാൻ ഡാവൂസ് അവളെ കൺവിൻസ് ചെയ്യുന്നു. മെലിസാൻഡ്രയുടെ മാജിക് ബലിക്കുകയും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജോൺ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആലിസ് തോണും ഓലിയും ഉൾപ്പെടെയുള്ള ട്രൈറ്റേഴ്സിനെ ജോൺ തൂക്കിലേറ്റി ശിക്ഷ നടപ്പാക്കുന്നു. സ്റ്റാനിസ് ലോകത്തെ രക്ഷിക്കാനെത്തിയ ഒരു ഹീറോ ആണെന്ന് താൻ ഒരിക്കൽ വിശ്വസിച്ചിരുന്നുവെന്ന് മെലിസാൻഡ്ര സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ ജോൺ ഉയർത്തെഴുന്നേറ്റതോടെ അവനാണ് ആ ഹീറോ എന്ന് അവൾ വിശ്വസിക്കുന്നു. നോർത്തിൽ ബോൾട്ടൺസും ലിറ്റിൽ ഫിംഗറും സാൻസയെയും തിയോണിനെയും തിരയുകയാണ്. കാരണം സാൻസ കൂടെ ഉള്ളവർക്ക് അവിടെ പവർ ക്ലെയിം ചെയ്യാനാകും. എന്നാൽ ബ്രിയനും പോഡ്രിക്കും അതിനു മുന്നേ അവരെ കണ്ടെത്തി ബോൾട്ടൺ സോൾജേഴ്സിൽ നിന്നും രക്ഷിക്കുന്നു. ഒടുവിൽ സാൻസ തന്നെ സംരക്ഷിച്ചു കൊള്ളാൻ ബ്രിയനെ അനുവദിക്കുന്നു. അതേസമയം തിയോൺ സാൻസയോട് വിട പറഞ്ഞ് അയൺ ഐലൻഡിലെ തന്റെ കുടുംബത്തിനടുത്തേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നു. വാളിലുള്ള തന്റെ സഹോദരൻ ജോണിനെ കണ്ടെത്താൻ സാൻസ ശ്രമിക്കുമെന്ന് റാംസേക്ക് അറിയാം. അതിനാൽ നൈറ്റ്സ് വാച്ച് ആക്രമിക്കണമെന്ന് അവൻ തന്റെ പിതാവ് റൂസിനോട് പറയുന്നു. പക്ഷേ ഇത് മുഴുവൻ രാജ്യത്തെയും തങ്ങൾക്കെതിരെ തിരിക്കുമെന്ന് അറിയാവുന്ന റൂസ് അത് നിരസിക്കുന്നു. തന്റെ പിതാവിന്റെ ഇപ്പോഴത്തെ ഭാര്യ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചെന്ന് റാംസെ അറിയുമ്പോൾ നോർത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ അവൻ തന്റെ പിതാവിനെയും രണ്ടാനമ്മയെയും കുഞ്ഞു സഹോദരനെയും കൊല്ലുന്നു. ഇപ്പോൾ റാംസയെ പിന്തുണയ്ക്കുന്ന ഹൗസ് അംബർ അവരുടെ പക്കലുള്ള റിക്കോൺ സ്റ്റാർക്കിനെ റാംസയ്ക്ക് പ്രിസണറായി കൈമാറുന്നു. റിക്കോണിന്റെ വൈൽഡിംഗ് പ്രൊട്ടക്ടറായ ഓഷയെ റാംസ കൊല്ലുന്നു. ബ്രിയനും പോഡ്രിക്കും സാൻസയെ സുരക്ഷിതമായി കാസിൽ ബ്ലാക്കിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അവൾ വർഷങ്ങൾക്ക് ശേഷം ജോണുമായി വീണ്ടും ഒന്നിക്കുന്നു. റാംസെ ബോൾട്ടണിൽ നിന്നും അവരുടെ വീടായ വിന്റർഫെൽ തിരികെ പിടിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സാൻസ ജോണിനോട് പറയുന്നു. ഒരിക്കൽ മരിച്ചു കഴിഞ്ഞതിനാൽ നൈറ്റ്സ് വാച്ചിലെ തന്റെ കടമ താൻ ഇതിനോടകം പൂർത്തിയാക്കിയെന്ന് വിശ്വസിക്കുന്ന ജോൺ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ റാംസെ അവരുടെ സഹോദരൻ റിക്കോണിനെ പിടികൂടിയെന്ന് കേൾക്കുമ്പോൾ സാൻസയെ സഹായിക്കാൻ അവൻ തീരുമാനിക്കുന്നു. അവർ മറ്റ് നോർത്തേൺ ഹൗസസിന്റെ പിന്തുണ തേടാൻ തുടങ്ങുന്നു. സാൻസ തന്റെ ഗ്രേറ്റ് അങ്കിൾ ബ്ലാക്ക് ഫിഷിനോട് സഹായം ചോദിക്കാൻ ബ്രിയനെ അയക്കുന്നു. റാംസേക്ക് കൂടുതൽ സമയം കൊടുത്താൽ അവന് കൂടുതൽ അലൈസ് ഉണ്ടായേക്കുമെന്ന് കൺസേൺഡ് ആയതിനാൽ ജോണും അദ്ദേഹത്തിന്റെ വൈൽഡിംഗ് ആർമിയും തിടുക്കത്തിൽ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. സാം, ഗില്ലി, ലിറ്റിൽ സാം എന്നിവർ ഓൾഡ് ടൗണിലേക്കുള്ള യാത്ര തുടരുന്നു. ഗില്ലി സാമിനോട് താൻ അവനെ സ്നേഹിക്കുന്നുവെന്നും തന്റെ കുട്ടിയുടെ പിതാവായി അവനെ കാണുന്നുവെന്നും പറയുന്നു. മേസ്റ്റർ സിറ്റഡലിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലെന്ന് സാം വിശദീകരിക്കുന്നു. അതിനാൽ ഗില്ലിയെയും കുഞ്ഞിനെയും തന്റെ കുടുംബത്തോടൊപ്പം താമസിക്കാൻ അവൻ കൊണ്ടുപോകുന്നു. ഒരു ശക്തനായ നൈറ്റ് അല്ലാത്തതിനാൽ അവന്റെ പിതാവും സഹോദരനും അവനെ പുച്ഛത്തോടെയാണ് കാണുന്നത്. അവിടെ അവരുടെ ക്രൂരത വീണ്ടും നേരിട്ടതിന് ശേഷം സിറ്റഡലിലെ നിയമങ്ങൾ ലംഘിച്ച് ഗില്ലിയെയും ലിറ്റിൽ സാമിനെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകാൻ സാം തീരുമാനിക്കുന്നു. പോകുന്നതിന് മുമ്പ് അവൻ തന്റെ കുടുംബത്തിന്റെ വലേറിയൻ സ്റ്റീൽ സ്വോർഡായ ഹാർട്ട്സ്ബെയിനെ മോഷ്ടിക്കുന്നു. ബ്രിയനുമായിട്ടുള്ള ഫൈറ്റിന് ശേഷം ജീവൻ രക്ഷപ്പെട്ട ഹൗണ്ട് ഇപ്പോ റേ എന്ന ദയാലുവായ പ്രീസ്റ്റിനൊപ്പം സമാധാനപരമായി ജീവിക്കുന്നു. എന്നാൽ ബ്രദർഹുഡ് വിതൗട്ട് ബാനേഴ്സിലെ ചില റിബൽ ഫൈറ്റേഴ്സ് റേയെ കൊല്ലുകയും അയാളുടെ ഗ്രാമത്തെ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഹൗണ്ട് അവരെ ഹണ്ട് ചെയ്ത് പ്രതികാരം ചെയ്യുന്നു. തുടർന്ന് അവൻ ബെറിക്കിനെയും തോറോസിനെയും കണ്ടുമുട്ടുന്നു. വൈറ്റ് വാക്കേഴ്സിനെതിരെ പോരാടാൻ സഹായിക്കുന്നതിനായി വാളിലേക്കുള്ള യാത്രയിൽ തങ്ങളോടൊപ്പം ചേരാൻ അവർ അവനെ ക്ഷണിക്കുന്നു. ബ്രാവോസിൽ ആര്യ ബ്ലൈൻഡ് ആയിരിക്കെ തന്നെ ട്രെയിനിങ് തുടരുന്നു. അവൾ വളരെ സ്കിൽഡ് ആവുകയും തന്റെ പഴയ ഐഡന്റിറ്റി ഉപേക്ഷിച്ച് നോവൺ ആയി എന്ന് ജാക്കിനോട് തെളിയിക്കുകയും ചെയ്യുന്നു. അതിന് പ്രതിഫലമായി ജാക്കിൻ അവളുടെ കാഴ്ച തിരികെ നൽകുന്നു. തുടർന്ന് ലേഡി ക്രെയിൻ എന്ന ഒരു സ്ത്രീയെ കൊല്ലാനുള്ള ഒരു ദൗത്യം അയാൾ അവൾക്ക് നൽകുന്നു. പക്ഷേ ലേഡി ക്രെയിനുമായി അടുക്കാൻ തുടങ്ങുന്ന ആര്യ അവളെ കൊല്ലാതിരിക്കാൻ തീരുമാനിക്കുന്നു. ഇതിന് ശിക്ഷയായി ആര്യയെ കൊല്ലാൻ ജാക്കൻ വൈഫിനെ അനുവദിക്കുന്നു. ഫേസ്ലെസ് മെന്നിൽ നിന്ന് താൻ ആവശ്യമുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ആര്യ തന്റെ സ്വോർഡായ നീഡിലും എടുത്ത് രക്ഷപ്പെടാൻ തയ്യാറെടുക്കുന്നു. വൈഫ് അവളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ആര്യ ലൈറ്റുകൾ അണച്ച്
ഒരു ബ്ലൈൻഡ് ഫൈറ്റർ ആയുള്ള തന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉപയോഗിച്ച് വെയ്ഫിനെ പരാജയപ്പെടുത്തി കൊല്ലുന്നു. ട്രെയിനിങ് പൂർത്തിയാക്കിയതിന് ജാക്കൻ അവളെ പ്രശംസിക്കുന്നു. പക്ഷേ ആര്യ അവനോട് അവൾ വെസ്ട്രോസിലേക്ക് മടങ്ങുകയാണ് എന്ന് പറയുന്നു. അയൺ ഐലൻഡ്സിൽ ബെയ്ലോൺ ഗ്രേജോയെ അയാളുടെ സഹോദരൻ യൂറോൺ കൊല്ലുന്നു. ഗ്രേജോയ് ഹൗസിന്റെയും ആർമിയുടെയും ലാൻസിന്റെയും കൺട്രോൾ ഏറ്റെടുക്കാനാണ് അയാൾ ആഗ്രഹിക്കുന്നത്. തിയോൺ തന്റെ സഹോദരി യാറയുമായി റീയുണൈറ്റ് ചെയ്യാനും അവളെ തന്റെ പിതാവിന്റെ സക്സസറായി പിന്തുണയ്ക്കാനും അവിടേക്ക് മടങ്ങിയെത്തുന്നു. പക്ഷേ യൂറോൺ തന്നെ പുതിയ ഭരണാധികാരിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ഡനേറിയസ് ടർഗേറിയനെ വിവാഹം കഴിക്കാനും വെസ്ട്രോസ് കീഴടക്കാൻ അവളോടൊപ്പം ചേരാനുമായി സ്ലേവേഴ്സ് ബേയിലേക്ക് കപ്പൽ കയറാനുള്ള പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. യൂറോൺ അധികാരത്തിലിരിക്കുമ്പോൾ തങ്ങൾ സുരക്ഷിതരല്ലെന്ന് മനസ്സിലാക്കിയ തിയോണും യാറയും അയൺ ഫ്ലീറ്റിലെ ഏറ്റവും മികച്ച കപ്പലുകളുമായി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. തുടർന്ന് യാറ യൂറോണിന് മുമ്പ് ഡനേറിയസിന്റെ അടുത്തെത്താനും ഒരു അലയൻസ് രൂപീകരിക്കാനും തീരുമാനിക്കുന്നു. കിങ്സ് ലാൻഡിംഗിൽ ജെയ്മി മെർസെല്ലയുടെ മൃതദേഹവുമായി തിരിച്ചെത്തുന്നു. അവൻ സെർസിയോട് അവരുടെ ഫാമിലിയുടെ പവർ റീസ്റ്റോർ ചെയ്യുന്നതിനും ഹൈസ്പാരോ ഉൾപ്പെടെയുള്ള ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതിനും സഹായിക്കും എന്ന് പ്രോമിസ് ചെയ്യുന്നു. അതേസമയം ഡോണിൽ ഇലാരയും സാൻസ്നേക്സും പ്രിൻസ് ഡോറൻ വളരെ ദുർബലനാണെന്ന് വിശ്വസിക്കുന്നു. അതിനാൽ അവിടുത്തെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അവർ അയാളെയും മകൻ ക്രിസ്റ്റ്യനെയും കൊല്ലുന്നു. തന്റെ ഭാര്യ മാർജറിയെ ജയിലിൽ നിന്ന് രക്ഷിക്കാൻ കിങ് ടോമൻ ഹൈസ്പാരോയുമായി ചേർന്ന് ഫെയ്ത്തിന്റെയും ക്രൗണിന്റെയും പവേഴ്സ് കമ്പൈൻ ചെയ്യുന്നു. ഇത് ഹൈസ്പാരോയെ കൂടുതൽ ശക്തനാക്കുന്നു. ഫെയ്ത്തിനോട് ലോയൽ അല്ലാത്തതിനാൽ ടോമൻ ജെയ്മിയെ കിങ്സ് ഗാർഡിൽ നിന്നും പുറത്താക്കുന്നു. പകരം വോൾഡർ ഫ്രേയിൽ നിന്നും തന്റെ ഫാമിലി ഹോമായ റിവറൺ തിരിച്ചുപിടിച്ച ബ്ലാക്ക് ഫിഷുമായി യുദ്ധം ചെയ്യാൻ ജെയ്മിയെ അയക്കുന്നു. ജെയ്മി റിവറണിൽ എത്തുമ്പോൾ ബ്രിയനെ വീണ്ടും കണ്ടുമുട്ടുന്നു. ബ്ലാക്ക് ഫിഷിനെ അവിടെ നിന്നും സമാധാനപരമായി പോകാനും വിൻട്രഫെൽ തിരിച്ചുപിടിക്കാനുള്ള സാൻസയുടെ പോരാട്ടത്തിൽ സഹായിക്കാൻ പ്രേരിപ്പിക്കാനും ബ്രിയൻ ജെയ്മിയോട് ആവശ്യപ്പെടുന്നു. ബ്രിയന്റെ ഈ പദ്ധതി ജെയ്മി സമ്മതിക്കുന്നെങ്കിലും ബ്ലാക്ക് ഫിഷ് തോറ്റുകൊടുക്കാൻ വിസമ്മതിക്കുന്നു. അങ്ങനെ ടള്ളി ആർമിയെ കീഴടക്കാൻ ജെയ്മി അവരുടെ പ്രിസണറായ എഡ്മിയോറിനെ ഉപയോഗിക്കുന്നു. ബ്ലാക്ക് ഫിഷ് ധീരമായി പോരാടി മരിക്കുന്നു. വോൾഡർ ഫ്രേയും കുടുംബവും റിവർ റൺ തിരിച്ചുപിടിക്കുന്നു. എന്നാൽ താമസിയാതെ ആര്യ വെസ്ട്രോസിലേക്ക് മടങ്ങിയെത്തുന്നു. അവർ വോൾഡർ ഫ്രേയുടെ കുടുംബത്തെ കൊല്ലുകയും അവരെ ഭക്ഷണമാക്കി വോൾഡറിനെ കൊണ്ട് കഴിപ്പിക്കുകയും ശേഷം അയാളെ കൊല്ലുകയും ചെയ്യുന്നു. ഹൈസ്പാരോയെ നീക്കം ചെയ്ത് കിങ്സ് ലാൻഡിംഗിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ സെർസി പദ്ധതിയിടുന്നു. അവളുടെ ആലയായ കൈബോൺ ഗ്രാൻഡ് മേസ്റ്റർ പൈസലിന്റെ കൊലപാതകം അറേഞ്ച് ചെയ്യുന്നു. അതേസമയം ലോറസ് തന്റെ കുറ്റകൃത്യങ്ങൾ ഏറ്റുപറയുകയും ഫെയ്ത്ത് മിലിറ്റന്റിൽ ചേരാൻ തന്റെ ഫാമിലിനെയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ലോറസും മാർജറിയും മോചിതനാകുന്നതിന് മുമ്പ് സെർസി ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യുന്നു. അവൾ വൈൽഡ് ഫയർ ഉപയോഗിച്ച് സെപ്റ്റ് മുഴുവൻ കത്തിച്ച് ലോറസ്, മാർജറി, ലാൻസൽ, ഹൈസ്പാരോ എന്നിവരെ കൊല്ലുന്നു. മാർജറിയുടെ മരണത്തിൽ ഹൃദയം തകർന്ന ടോമൻ ജനാലയിലൂടെ പുറത്തേക്ക് ചാടി മരിക്കുന്നു. തന്റെ അവസാനത്തെ കുട്ടിയും മരിച്ചതോടെ സെർസി വിലപിക്കുന്നെങ്കിലും പിന്നീട് അയൺ ത്രോൺ ഏറ്റെടുത്ത് 7 കിങ്ഡംസിന്റെ പുതിയ രാജ്ഞിയായി സ്വയം മാറുന്നു. ബിയോണ്ട് ദ വാളിൽ ബ്രാൻ 3-eyed റേവന്റെ കീഴിൽ ട്രെയിനിങ് നേടുകയും പാസ്റ്റിലെ വിഷൻസ് കാണുകയും ചെയ്യുന്നു. ജോൺസ്നോയുടെ യഥാർത്ഥ പാരന്റ്സ് മാഡ് കിങ്ങിന്റെ മകൻ റേഗാർ ടർഗേറിയനും നെഡ് സ്റ്റാർക്കിന്റെ സിസ്റ്റർ ലിയാനയുമാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. പ്രസവശേഷം തന്റെ മകനെ സംരക്ഷിക്കാൻ അവൾ നെഡ് സ്റ്റാർക്കിനോട് അപേക്ഷിക്കുകയും ഉടൻ തന്നെ മരിച്ചു പോവുകയായിരുന്നു. റോബർട്ട്സ് റിബല്യണിൽ ഹൗസ് ടർഗേറിയൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് ടർഗേറിയൻ രക്തത്തിൽ ജനിച്ച് ജോണിന്റെ ജീവൻ അപകടത്തിലാകുമായിരുന്നു. ജോണിനെ സംരക്ഷിക്കാൻ നെഡ് കള്ളം പറയുകയും തന്റെ സ്വന്തം റെപ്യൂട്ടേഷൻ ഡാമേജ് ചെയ്തുകൊണ്ട് അവനെ തന്റെ ബാസ്റ്റേഡായി ക്ലെയിം ചെയ്യുകയാണ് ചെയ്തത്. വരാൻ പോകുന്ന ഡേഞ്ചേഴ്സ് മനസ്സിലാക്കാതെ വൈറ്റ് വാക്കേഴ്സിനെ സൃഷ്ടിച്ചത് ചിൽഡ്രൻ ഓഫ് ദി ഫോറസ്റ്റ് ആണെന്ന് ബ്രാൻ മനസ്സിലാക്കുന്നു. അവൻ തന്റെ വിഷൻ എക്സ്പ്ലോർ ചെയ്യുന്നതിനിടെ നൈറ്റ് കിങ്ങും ആർമിയും ഹാർട്രിയെ അറ്റാക്ക് ചെയ്യുന്നു. അവശേഷിച്ച ചിൽഡ്രൻ ഓഫ് ദി ഫോറസ്റ്റും 3-eyed റേവനും ബ്രാൻഡ് ഡയർവൂൾഫായ സമ്മറും കൊല്ലപ്പെടുന്നു. ഇപ്പോഴും ഒരു വിഷനിൽ ട്രാപ്ഡായി നിൽക്കുന്ന ബ്രാൻ ആക്സിഡന്റലി തന്റെ മനസ്സിനെ പ്രസന്റിലെ ഹോഡോറുമായും പാസ്റ്റിൽ വില്ലിസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന യങ് ഹോഡോറുമായും കണക്ട് ചെയ്യുന്നു. ബ്രാൻഡിനെ രക്ഷപ്പെടാൻ സഹായിക്കുന്നതിനായി ഹോഡോർ വൈറ്റ്സിനെ തടയാൻ ശ്രമിക്കുന്നു. ഈ കണക്ഷൻ നിലനിൽക്കുമ്പോൾ പാസ്റ്റിൽ വില്ലിസിന് ഒരു സീഷർ അനുഭവപ്പെടുന്നു. പ്രസന്റിൽ വൈറ്റ്സിനെ തടയാൻ ഹോൾഡ് ദ ഡോർ എന്ന് മീര നിലവിളിക്കുമ്പോൾ പാസ്റ്റിൽ വില്ലിസ് ആ വാചകം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് അത് ഹോഡോർ എന്നതിലേക്ക് ചുരുങ്ങുകയും അത് അവന്റെ പേരായി മാറുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ബ്രാൻ മീരയോടൊപ്പം രക്ഷപ്പെടുന്നെങ്കിലും ഹോഡോർ വൈറ്റ്സിന്റെ കൈകളാൽ കൊല്ലപ്പെടുന്നത് അവൻ ഭയത്തോടെ കാണുന്നു. ഹോഡോറിന്റെ മെന്റൽ ഡിസബിലിറ്റിക്ക് ആക്സിഡന്റലി ആണെങ്കിലും താനാണ് കാരണക്കാരൻ എന്ന് മനസ്സിലാക്കുന്ന അവൻ തകർന്നു പോകുന്നു. ബ്രാനും മീരയും അവിടെ നിന്നും ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ കുറച്ചു കാലമായി മിസ്സിംഗ് ആയിരുന്ന അങ്കിൾ ബെഞ്ചൻ സ്റ്റാർക്ക് അവിടെ എത്തി അവരെ രക്ഷിക്കുന്നു. മുൻപ് തനിക്കൊരു വൈറ്റ് വാക്കറിന്റെ കുത്തേറ്റെങ്കിലും
ചിൽഡ്രൻ ഓഫ് ദി ഫോറസ്റ്റ് ആണ് തന്നെ ഹീൽ ചെയ്തത് എന്ന് ബെഞ്ചൻ വിശദീകരിക്കുന്നു. അയാൾ ബ്രാനിനോട് അവനാണിപ്പോൾ 3-eyed റേവൻ എന്നും നൈറ്റ് കിങ്ങിന്റെ ആർമിക്കെതിരായ വരാനിരിക്കുന്ന ബാറ്റിലിൽ അവന്റെ പവേഴ്സ് ഉപയോഗിക്കാൻ പഠിക്കണമെന്നും പറയുന്നു. നോർത്തിൽ ജോൺ സ്നോയും റാംസെ ബോൾട്ടണും തമ്മിലുള്ള ബാറ്റിൽ ഓഫ് ദി ബാസ്റ്റേർഡ്സ് എന്ന യുദ്ധം ആരംഭിക്കുന്നു. ജോണിനെ പ്രകോപിപ്പിക്കാൻ റാംസെ റിക്കോണിനെ അമ്പെയ്ത് കൊല്ലുന്നു. ഉടൻ തന്നെ ജോൺ യുദ്ധം തുടങ്ങുന്നെങ്കിലും റാംസെയുടെ ആർമി വളരെ വലുതായതിനാൽ ജോണും കൂട്ടരും പിടിച്ചു നിൽക്കാൻ പാടുപെടുന്നു. ജോൺ തോൽക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന നിമിഷത്തിൽ ലിറ്റിൽ ഫിംഗറും നൈറ്റ്സ് ഓഫ് ദി വെയിലുമായി സാൻസ അവിടേക്ക് എത്തുന്നു. അവർ പെട്ടെന്ന് തന്നെ ജോണിനെ യുദ്ധത്തിൽ വിജയിക്കാൻ സഹായിക്കുന്നു. റാംസെ തിരികെ വിന്റർഫെല്ലിലേക്ക് ഓടിക്കയറുകയും അവിടെ എത്തുന്ന ജയന്റായ വുൺവുണിനെ കൊല്ലുകയും ചെയ്യുന്നു. പക്ഷെ വൈകാതെ ജോൺ അവനെ പരാജയപ്പെടുത്തി മർദ്ദിച്ച് അവശനാക്കുന്നു. തുടർന്ന് സാൻസ റാംസയെ ജീവനോടെ തന്നെ അവന്റെ നായ്ക്കൾക്ക് ഭക്ഷണമായി ഇട്ടുകൊടുക്കുന്നു. അങ്ങനെ സ്റ്റാർക്സ് അവരുടെ ഫാമിലി ഹോമായ വിന്റർഫെൽ തിരിച്ചുപിടിക്കുന്നു. പിന്നീട് പ്രിൻസസ് ഷെറീൻ ഉൾപ്പെടെയുള്ള ആളുകളെ ബലി അർപ്പിച്ചതിന് ജോണും ഡാവോസും മെലിസാൻഡ്രയെ നോർത്തിൽ നിന്നും നാടുകടത്തുന്നു. ലിറ്റിൽ ഫിംഗർ സാൻസയോട് അവളെ ക്വീനാക്കി അവളോടൊപ്പം രാജാവായി കഴിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ സാൻസ അത് നിരസിക്കുന്നു. പകരം അവൾ നോർത്തേൺ ഹൗസസിനെ ചേർത്ത് നിർത്തി ജോൺ സ്നോയെ പുതിയ കിങ് ഇൻ ദ നോർത്തായി ഡിക്ലെയർ ചെയ്യുന്നു. എസ്സോസിൽ കാൽ മോറോ നയിക്കുന്ന ഒരു ദോത്രാക്കി ട്രൈബ് ഡനേറിസിനെ പിടികൂടുന്നു. കാൽസിന്റെ വിധവകൾ വൈസ് ദോത്രാക്ക് എന്ന സ്ഥലത്ത് തന്നെ കഴിയണം എന്നും പറഞ്ഞ് അയാൾ അവളെ മെറീനിലേക്ക് മടങ്ങാൻ വിസമ്മതിക്കുന്നു. ജോറയും ഡാരിയോയും അവളെ കണ്ടെത്തി കാൽസിനെ പരാജയപ്പെടുത്താൻ അവളെ സഹായിക്കുന്നു. ഡനേറിസ് അവരെ ജീവനോടെ ചുട്ടെരിക്കുകയും തീയിൽ നിന്നും അപകടം പറ്റാതെ പുറത്തു വരികയും ചെയ്യുന്നു. ഇത് ബാക്കിയുള്ള ദോത്രാക്കികളെയും അവളെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നു. തുടർന്ന് ജോറ ഡനേറിസിനോട് തന്റെ ഗ്രേ സ്കെയിൽ ഡിസീസിനെ പറ്റിയും അവളോടുള്ള തന്റെ സ്നേഹത്തിനെ പറ്റിയും തുറന്നു പറയുന്നു. ഡനേറിസ് ജോറയോട് ക്ഷമിക്കുകയും വെസ്ട്രോസ് കീഴടക്കുന്നതിൽ അവളോടൊപ്പം ചേരുന്നതിനായി ഗ്രേ സ്കെയിലിന് ഒരു ക്യൂർ കണ്ടെത്താൻ അവനോട് പറയുകയും ചെയ്യുന്നു. മെറീനിൽ ഡനേറിസും സ്ലേവർ ട്രേഡേഴ്സും തമ്മിലുള്ള സംഘർഷം ശമിപ്പിക്കാൻ ടിറിയൻ ശ്രമിക്കുന്നു. അവൾക്ക് വേണ്ടി അലൈസിനെ കണ്ടെത്താൻ വാരിസ് വെസ്ട്രോസിലേക്ക് പോവുകയും ഒലേന ടൈറലിൽ നിന്നും ഇലാറിയ സാൻഡിൽ നിന്നും പിന്തുണ നേടുകയും ചെയ്യുന്നു. ടിറിയന്റെ ശ്രമങ്ങൾക്കിടയിലും സ്ലേവ് മാസ്റ്റേഴ്സ് അവരെ ചതിക്കുകയും മെറീനെതിരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നു. ഡാരിയോ, ഗ്രേവോം എന്നിവരുടെയും തന്റെ ഡ്രാഗണുകളുടെയും സഹായത്തോടെ ഡനേറിസ് സൺസ് ഓഫ് ദ ഹാർപ്പിയെ തകർത്ത് സ്ലേവേഴ്സ് ബേ സുരക്ഷിതമാക്കുന്നു. താമസിയാതെ തിയോണും യാറയും ഡനേറിസിന്റെ അടുത്ത് എത്തുന്നു. യൂറോണിനെ മാറ്റി അയൺ ഐലൻഡ്സിന്റെ ഭരണം യാറയെ ഏൽപ്പിക്കുന്നതിന് പകരമായി തങ്ങളുടെ കപ്പൽപ്പട വാഗ്ദാനം ചെയ്യുന്നു. ഡനേറിസ് ഇതിന് സമ്മതം അറിയിക്കുന്നു. അവൾ ഡാരിയോയെ മെറീൻ ഭരിക്കാൻ ഏൽപ്പിക്കുകയും വെസ്ട്രോസിലേക്ക് കപ്പൽ കയറുകയും ചെയ്യുന്നു. അൺസളീഡ്, ദോത്രാക്കി, അയൺബോൺ എന്നീ ആർമീസിനും തന്റെ ശക്തരായ 3 ഡ്രാഗൺസിനും പുതിയ ഹാൻഡ് ഓഫ് ദ ക്വീൻ ആയ ടിറിയനും ഒപ്പം ഡനേറിസ് ദീർഘകാലമായി കാത്തിരുന്ന് തന്റെ കോൺക്വസ്റ്റ് ആരംഭിക്കുന്നു. അപ്പോൾ അതാണ് സീസൺ 6 ഓഫ് ഗെയിം ഓഫ് ത്രോൺസ്. ഇമ്പോർട്ടന്റ് ഇവന്റ്സ് ഒന്നും മിസ് ചെയ്യാതെ തന്നെ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഒപ്പീനിയൻസ് അറിയിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. എത്രയും വേഗം സീസൺ 7 റീക്യാപ്പുമായി എത്താം. അതുവരെ ബൈ.